വാ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോൽ വീശി ഉയർത്തി മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആശ്വലി എന്നും പറഞ്ഞ യാക്കോബ സഹോദരി, ഒരു മോളാണ്. അവൾ സാക്ഷ്യം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അവൾ ഇവിടെയെങ്കിലും അല്ല, ശരിക്കും നീലഗിരിയിലാണ്. നീലഗിരി എന്നൊക്കെ ആ കുഞ്ഞ് ഇവിടം വരെ വരണമെന്നുണ്ടെങ്കിലേ അതൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യണത്. അവളുടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ OET-യെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്താ ചിന്തിക്കാൻ പറ്റാത്തത്? ചിന്തിക്കാൻ പറ്റാത്തത് അവൾ മലയാളം മീഡിയമാണ്, അതുകൊണ്ടാണ്. അതാണ് ചിന്തിക്കാൻ പറ്റാത്തത്. മലയാളം മീഡിയം ആകുമ്പോൾ അവൾ അതിൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എനിക്ക് ഗ്രാമറുണ്ട്, മിസ്റ്റേക്കുണ്ട്, അവർ സംസാരിക്കുന്നതനുസരിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ അവർക്കൊരു സ്വപ്നം രൂപപ്പെട്ട് വരും. എനിക്കപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഈ സാക്ഷ്യത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന്. ഓരോരുത്തരും രക്ഷപ്പെട്ടു വരുന്നത് എങ്ങനെയാണ്? ഈ സാക്ഷ്യങ്ങൾ അവർ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല ജീവിതത്തിൽ, പക്ഷേ സാക്ഷ്യം അവർക്ക് സ്വപ്നങ്ങൾ നൽകുന്നു. എന്താണ്? ഇക്കാലത്തെ മനുഷ്യർക്ക് മറ്റു മനുഷ്യരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അതുപോലെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, കർത്താവ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കണ്ണീരും തുടക്കും, എന്നെയും കർത്താവ് ഉയർത്തും എന്ന്. അപ്പോൾ ഈ ഒന്നാമത്തെ ഒരു ഉടമ്പടി വർക്ക് ചെയ്യുമ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പറയണത് ഇത് വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെറിറ്റിലാണെന്ന് പറയും. എനിക്കതിൻ്റെ അർത്ഥമൊന്നും ആദ്യം അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ ആൾക്കാരെ പറയാൻ തുടങ്ങിയപ്പോഴൊക്കെ മനസ്സിലായത് ഈ നോട്ട് ബൈ മെറിറ്റ് എന്തുമാത്രം ആഴമാണെന്ന്. മനുഷ്യൻ്റെ മുഴുവൻ പ്രശ്നം അതാണല്ലോ, മെറിറ്റ് ഇല്ലാത്തതാണല്ലോ. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അത് പറയുമ്പോൾ ഈസിയാണ്, പക്ഷെ അതൊരു ജീവിതമാണ്, ഒരു ജീവിത സാകല്യമാണ്. നോട്ട് ബൈ മെറിറ്റ്. ഇവിടെ എല്ലാം നഷ്ടക്കൊടാലി ആയിരിക്കുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഒരു മനുഷ്യൻ മെറിറ്റ് ഇല്ലെങ്കിൽ അവർ ഒന്നും അല്ലെന്നാണ് ലോകം പറയണത്. പക്ഷെ ഒരു മനുഷ്യൻ മെറിറ്റില്ല, യോഗ്യത ഇല്ലെങ്കിൽ അവരെ എല്ലാം ആക്കാമെന്നാണ് കർത്താവ് നൽകുന്ന പ്രത്യാശ വാഗ്ദാനം. കൈയടിച്ച് കർത്താവ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ സുവിശേഷം പറയും, പിന്നെ എന്തുകൊണ്ടാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ്? ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അതാണ് വിഷയം. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ചാലഞ്ച് എന്താണ്? നമ്മുടെ യോഗ്യത അല്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ കൃപയാണല്ലോ. ഈ കൃപയാണ് ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത്. ഇറ്റ് ഇസ് നോട്ട് ബ്ലെസ്സിങ്. എപ്പോഴും പറയാം അല്ലേ, അച്ഛൻ എപ്പോഴും പറയും നോട്ട് ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് അല്ല, ഒരു അനുഗ്രഹമല്ല ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. പിന്നെ എന്താണ്? കൃപ. ദ പവർ ഓഫ് ഗോഡ്. ദ പവർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം, അത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവസിപ്പിക്കുന്നത്? അതാണ് പ്രക്രിയയാണ് ഉടമ്പടിയിലുള്ള അഭ്യാസങ്ങളെല്ലാം. മനസ്സിലാകുന്നുണ്ടോ അച്ഛൻ പറയുന്നത്? അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യേണ്ടത്. അത് Ephesians 2:8 ബേസിക് വേർഡ്. ഓരോ ഉടമ്പടി ധ്യാനത്തിൽ ഞാനിത് ആവർത്തിക്കും, കാര്യം ഇതിൻ്റെ ഫൗണ്ടേഷനാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. കൃപ കൊണ്ടാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഉന്നം വെക്കണത്? കൃപയല്ലേ. കൃപയെ ഉന്നം വെക്കുമ്പോൾ നമ്മൾ അറിയണം ബേസിക്കായിട്ട് വാട്ട് ഇസ് ഇറ്റ്? കൃപ, ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ശക്തിയുടെ ഇഫക്റ്റാണ് അനുഗ്രഹങ്ങളെന്ന് പറയണത്. നമുക്ക് വേണ്ടത് ഇഫക്റ്റല്ല വേണ്ടത്, നമുക്ക് അത് അനുഗ്രഹം തന്നെ, കൃപ തന്നെയാണ്, ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആണ് നമുക്ക്, അതാണ് ദൈവത്തിൻ്റെ ശക്തി. ശ്രുതികട്ടെ, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. 2 Corinthians 12:9. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആണ് ബലം. ഈ ബലം എങ്ങനെ നമുക്ക് ലഭിക്കണത്? നമ്മുടെ ബലഹീനതയാണ് എൻ്റെ ആസ്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ഈ സുവിശേഷം ലോകവും തമ്മിലുള്ള വ്യത്യാസം. നമ്മളുടെ സുവിശേഷത്തിലെ ആസ്തി ബലമല്ല, ലോകത്തിലെ ആസ്തി ബലമാണ്. ലോകത്തിലെ ആസ്തി ഭദ്രത എന്ന് പറയുന്നത് എന്താണ്? പണം, അല്ല, ആരോഗ്യം,
സൗന്ദര്യം, വിദ്യാഭ്യാസം, ആസ്തിഭദ്രത, ബലം എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക ആനുകൂല്യങ്ങളെല്ലാം ആസ്തിഭദ്രതയാണ്. പക്ഷേ സുവിശേഷത്തിലെ ആത്മീയതയിൽ വരുമ്പോൾ എന്താ പറയണത്? നമ്മുടെ ആസ്തിഭദ്രത എന്ന് പറയണത് ബലമല്ല, ബലഹീനതയാണ്, ഡീമെരിറ്റ്സുകളാണ്. ഈ ഡീമെരിറ്റ്സ്, അയോഗ്യതകളെ ഇത്രയും അഭിഷേകമാക്കി മാറ്റുന്ന ഏറ്റവും സൂപ്പർ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായിട്ടിത് മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ യൂദാസ് പുണ്യാൻ്റെ പെട്ടിക്കൊണ്ടുപോയി അപേക്ഷ കത്തിടുന്ന പോലെ വരും സംഭവം. അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മുടെ ബലഹീനത ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, പിന്നെ ട്രേസ് ഔട്ട് ചെയ്യണം. എന്തെല്ലാം കാര്യത്തിൽ നമുക്ക് ഓരോ ബലഹീനതയും ദൈവത്തിൻ്റെ വാതിലാണ്. നിൻ്റെ ബലഹീനത എന്താണ്? പണപരമായ ബലഹീനത ഉണ്ട്. ഇപ്പോൾ ആഷിലി എന്താ പറയണത്? അവളുടെ ബലഹീനത എന്താണ്? ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്, അതാണ് സംഭവം, അതാണ് അവളുടെ ബലഹീനത. അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആശിക്കാനോ ആഗ്രഹിക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ കർത്താവിൽ ആശ്രയിക്കും, എനിക്ക് ഇവിടം വരെ നീലഗിരിന്ന ഒരൊറ്റക്ക് വരണ്ടേ ഇവിടം വരെ. അപ്പോൾ ആരോ കസിൻ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ അറിയണത്. പക്ഷെ അറിഞ്ഞ ഉടനെ അവൾക്ക് അഭിഷേകം കിട്ടി. എന്താണ്? ഇത് നിൻ്റെ സ്ഥലമാണ്, നീ വന്ന് എത്തേണ്ട സ്ഥലമാണ്. അത് എപ്പോഴും ഓർക്കണം. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഓർക്കണം, ഓൺലൈൻ എന്നെ കേൾക്കുന്നവർ ഓർക്കണം. നിങ്ങൾ വന്ന് എത്തേണ്ട സ്ഥലത്താണ് ദൈവം നിങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കൈ ഇടിച്ച് കർത്താലും. എന്തിനാ അച്ഛൻ ഇങ്ങനെ കേസ് സ്റ്റഡി എടുക്കണത്? കേസ് സ്റ്റഡി ഇപ്പോഴത്തെ പ്രസൻറ്റ് കേസ് സ്റ്റഡി അല്ലേ എടുക്കണം. എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ആ ആഴ്ചയിലെ സാക്ഷ്യ വിചാരണങ്ങളാണ് ചെയ്യണത്. ആ സാക്ഷ്യ വിചാരണത്തെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി പ്രയോഗങ്ങളാണ് നിങ്ങൾക്കത് ഒരു മെത്തേഡ്, ഒരു മോഡലായി മാറും. നിങ്ങൾ കരകയറാൻ വേണ്ടിയുള്ള മോഡലാണ് അച്ഛൻ നിങ്ങൾക്ക് തരണത്. കണ്ടില്ലേ? ഇപ്പോൾ ഈ ആഷ്ലി എന്താ ചെയ്യണത്? ഇവിടെ ബലഹീനത, ദൈവത്തിൻ്റെ പവർ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ബലഹീനത ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കണം. വെച്ചാൽ ഇത് ഫുൾ ആൻഡ് ഫുൾ ഇനി എൻ്റെ കയ്യിലല്ല ഇരിക്കണത്, ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് അവൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? മലയാളം മീഡിയമാണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ആൾക്കാർ പോലും 3 പ്രാവശ്യമൊക്കെയാണ് OIT എഴുതുന്നത്. അതാണ് അത് വ്യത്യാസം. ആ വ്യത്യാസമൊക്കെ മനസ്സിലാക്കണം. കാര്യം മൊഡ്യൂൾസിന് എല്ലാ മൊഡ്യൂൾസും ചിലപ്പോൾ ഹൈ 5 ആയിട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ എല്ലാ മൊഡ്യൂൾസും ചിലപ്പോൾ അവർ കർവ് ചെയ്യായിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ആൾക്കാർ പോലും ഒരു 2-3 പ്രാവശ്യമൊക്കെ OIT എഴുതുമ്പോഴാണ് എല്ലാ മൊഡ്യൂൾസൊക്കെ ഒത്തു വരണത്. അപ്പോൾ ആ സമയത്ത് മലയാളം മീഡിയത്തിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമല്ലേ. പക്ഷേ അവൾക്ക് എന്തുകൊണ്ട് കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കർത്താവ് ഇത് വർക്ക് ചെയ്യുമെന്നുള്ളപ്പോൾ അവളുടെ മനസ്സിരിക്കണം എന്താണ്? അവളുടെ ബലഹീനതയെ ബലം പ്രാപിക്കാനുള്ള ഒരു പാത്രമാണ്, അവസ്ഥയാണ്. നമ്മുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എന്താ ബലഹീനത എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? കുറവ്, ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ കുറവാണ്. ചിലപ്പോൾ പണപരമായ കുറവായിരിക്കാം, ചിലപ്പോൾ വിദ്യാഭ്യാസ കുറവായിരിക്കാം, ആരോഗ്യമായ കുറവായിരിക്കാം. ഇപ്പം ഞാനൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ആരോഗ്യമായ കുറവിലല്ലേ. ആരോഗ്യമായ കുറവിൽ 4 രോഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സെക്യൂനായിൽ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടില്ലേ? 4 രോഗങ്ങളുണ്ട്. എത്രയോ വർഷങ്ങൾ കൊണ്ടു നടക്കുന്നതാണ്. അതെല്ലാം ഈ ബലം പ്രാപിക്കാനുള്ള ഒരു വിഷയമായിട്ട് എപ്പോഴും സമർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് സൗഖ്യപ്പെടണമെന്ന് അല്ലെങ്കിൽ രക്ഷപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ ആഗ്രഹം മറിച്ചാണെങ്കിൽ നമുക്ക് തിരിച്ചാഗ്രഹിക്കാൻ പറ്റുമോ? കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഇടമായിട്ടാണ് ബൈബിൾ എന്താ പറയുന്നത്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്നെ ശക്തീകരിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അല്ലെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ആധ്യാത്മിക ജ്ഞാനമുള്ളവർ ഒരിക്കലും ഈ ബലഹീനതയെ ഓർത്തുകൊണ്ട് സ്തുതിക്കുകയുള്ളൂ. അതാണ് പൗലോസ് ചെയ്യണത്. ഞാൻ എൻ്റെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:9 ഇത് 2ാമത്തെ ബേസിക് വേർഡാണ് ഉടമ്പടിയുടെ. വായിച്ചോളൂ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞു എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അടുത്ത വായിച്ചു. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ
പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അതാണ് വിഷയം. ഇപ്പം എന്തെങ്കിലും ഒരു ഡീമെറിറ്റ്സ് വന്നാൽ അത് നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ഭാഗമാക്കി മാറ്റണം. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡീമെറിറ്റ്സ് വന്നാൽ, ഇപ്പം സൗന്ദര്യക്കുറവ് വന്ന്, ആരോഗ്യക്കുറവ് വന്ന്, സാമ്പത്തിക കുറവ് വന്ന്, വിദ്യാഭ്യാസക്കുറവ് വന്ന്, അല്ലെങ്കിൽ നിന്നെ തിരക്കാനോ നോക്കാനോ അന്വേഷിക്കാനോ നിൻ്റെ കല്യാണം ആലോചിക്കാനോ വേണ്ടപ്പെട്ട ആൾക്കാരില്ലായ്മ വന്നു, അവർ മരിച്ചു പോകുകയെല്ലാം ചെയ്ത്, എൻ്റെ മക്കളെ ആരെയും കണ്ടുകൊണ്ടല്ല ആരെയും സൃഷ്ടിച്ചിരിക്കണത്. നിങ്ങൾ വിചാരിക്കുക എൻ്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് നോൺസെൻസ് വേർഡ്. മരിച്ചുപോയി ആൾക്കാരുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഡീപ്പോർട്ടിങ് ദ വേർഡ് ഓഫ് ഗോഡ്, യു ആർ ഡീപ്പോർട്ടിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ മരിച്ചുപോയ ആൾക്കാർ നിങ്ങൾക്ക് ഇന്നുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെ സഹായിച്ചതെന്ന് നിങ്ങൾ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ആക്ച്വലി യു ആർ ഡൂയിങ്? യു ആർ ഡീപ്പോർട്ടിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിരാകരിക്കുകയാണ് ചെയ്യണത്. കൈ ഇടിച്ച് കർത്താവിനെ എക്സ്ട്രാക്ഷൻ എപ്പോഴും പ്രശ്നമാണ്. എക്സ്ട്രാക്ഷൻ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് എക്സ്ട്രാക്ഷൻ. എക്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ആൾക്കാർ, ചില മൂത്ത മക്കൾ വീട്ടിൽ കയറാതെ നടക്കും. അവർക്കെല്ലാം കഴിച്ച് സെറ്റിൽഡായി. അവർ പറഞ്ഞു ഭാഗ ഉടമ്പടി അവർക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 മക്കൾ വേറെ ഉള്ളത് കാരണം അപ്പം സ്ഥലം കൊടുക്കണില്ല. 2 മക്കൾ വേറെ ഉണ്ടല്ലോ, അതുകൊണ്ട് കൊടുക്കണില്ല. ഒരു മകളെ കെട്ടിച്ചിട്ടുമില്ല, അതുകൊണ്ട് അപ്പം കൊടുക്കണില്ല. അപ്പം മൂത്ത മകന് മാത്രമേ ശമ്പളമുള്ളൂ. കാശ്മി മൂത്ത മകന് മാത്രമേ ശമ്പളമുള്ളൂ. അവൻ്റെ ശമ്പളം കൊണ്ടാണ് അമ്മയുടെ മരുന്നൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണത്. ഇപ്പം അവൻ അതിൻ്റെ വകുപ്പിൽ ചോദിച്ചിരിക്കുകയാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? അവൻ്റെ ഭാഗ ഉടമ്പടിയിൽ അവൻ്റെ സ്ഥലം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ സ്ഥലം അവന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പൊതുധാരണ, എല്ലാവർക്കൊക്കെ ജോലി കിട്ടിയിട്ട് അവസാനമാണ് അപ്പൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവനത് കൊടുക്കാത്ത കൊണ്ട് ഇപ്പം അവൻ വീട്ടിൽ കയറണില്ല. വീട്ടിൽ കയറുന്നില്ലെങ്കിൽ എന്ത് പറ്റും? ശമ്പളം കിട്ടത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ മാറി നിന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാമല്ലോ. മനസ്സിലായില്ല? ഞാനിങ്ങനെ മാറി നിന്നാൽ നിങ്ങൾ ഓർക്കുക, ഓരോ മനുഷ്യന്മാരും കർത്താവ് ഒരു വാക്ക് വല്ലാതെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. 10:23 മത്തായി സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ചൊല്ലോ. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 23-ാം അധ്യായം 9-ാം തിരുവചനം. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. ഏറ്റു പറഞ്ഞ ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പനെ എൻ്റെ അപ്പ എന്ന് വിളിക്കണം, അതല്ല ഉദ്ദേശം. അതായത് അപ്പനെന്ന് പറയുന്നത് ആരാണ്? എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആളാണല്ലേ. ഈ പരിപാലകന്മാരുടെ വേഷം കെട്ടി ഒത്തിരി ആൾക്കാർ വീട്ടിലുണ്ട്. അതാണ് വിഷയം. പരിപാലകന്മാരുടെ അപ്പൻ്റെ സ്ഥാനത്ത് പരിപാലകന്മാരുടെ വേഷം കെട്ടി ഒത്തിരി പേര് വീട്ടിലുണ്ടാകും. ഇവരെയൊക്കെ നിങ്ങൾ വല്ലാതെ അങ്ങ് ആദരിച്ചു. അവനെ പിണക്കരുത് കേട്ടാ, അവന് ടച്ച് പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. അവനെ പിണക്കരുത് കേട്ടാ, ഇവനെ പിണക്കരുത് കേട്ടാ. ഇങ്ങനെ ഈ ചില മരുമക്കൾ വീട്ടിൽ വരുമ്പോൾ അമ്മായിയമ്മ വരെ ഓച്ചാനിച്ച് നിൽക്കണം കണ്ടിട്ടില്ലേ? എന്താണ്? അവൻ്റെ കാഴ്ച കൊണ്ടാണ് ചിട്ടിയൊക്കെ ജാമ്യത്തിലിട്ടൊക്കെ വെച്ചിരിക്കണത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ആവശ്യമില്ലാത്ത മേൽക്കൈ വീടുകളിൽ കിട്ടും. ഇവരെല്ലാം അപ്പൻ്റെ സ്ഥാനം അപഹരിക്കും. അതാണ് വിഷയം. അപ്പൻ്റെ സ്ഥാനം അപഹരിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യു ഷുഡ് നോട്ട് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു എനിബഡി ഇൻ യുവർ ലൈഫ്. അത് എക്സ്ട്രാക്ഷനാണിത്. മനസ്സിലായില്ലേ? അതായത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആർക്കും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് ആ കുടുംബത്തിൽ സ്ഥാനമില്ല. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലാതെ ഏതെങ്കിലും കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം നീ ദൈവത്തെക്കാളേറെ ആർക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ക്യാച്ച് ഇറ്റ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കളെ പ്രശ്നം എന്ന് പറയുക, ക്രിസ്തുവിൻ്റെ പവർ ഓഫ് ഗോഡ് ഡൗൺലോഡ് ചെയ്യണതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു പരിസര ഒരുക്കമുണ്ടല്ലോ. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചല്ലേ നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി വരുന്നതിന് മുമ്പ് ഒരു പരിസര ഒരുക്കമുണ്ട്. അതിലൊന്ന്, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ ഭയപ്പെടുന്ന ആളാണ് നിൻ്റെ ദൈവം.
മനസ്സിലായില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ആരെ ഭയപ്പെടുമെന്ന് ഞാൻ പറയാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. വചനം ഒന്നിന് വായിച്ചേ. ലൂക്ക 12:5. 12:5. ലൂക്ക 12:5. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതിയെന്നാണ്. ദൈവത്തെ ഭയപ്പെടാതെ വേറെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഉടമ്പടി പ്രകാരമുള്ള ശക്തി ധരിക്കാനുള്ള സാധ്യത കുറവാണ്. മനസ്സിലായില്ലേ? വി ആർ മെഡിറ്റേറ്റിംഗ് അബൌട്ട് ദ ഡൗൺലോഡിങ് ഓഫ് ദി പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ശക്തി ആവശ്യിക്കുന്നതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഒരു ഓപ്ഷൻ്റെ അകത്ത് ഉള്ളത്. ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. പക്ഷേ ശക്തി ആവശ്യിക്കുന്നതിൻ്റെ തടസ്സം എന്താണ്? നമ്മുടെ ഭയപ്പാടുകളാണ്. നമ്മൾ ആർക്കോ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനത്ത്, പരിപാലകൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരെ കാണുന്നു. അവിടെയാണ് അവർ ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിച്ചിരിക്കണം, നമ്മൾ അറിയുന്നില്ല. പിന്നെ നമ്മൾ അത് നമ്മുടെ ആന്തരികമായ മനസ്സിൽ വേറെ എന്തിനെയോ ഭയപ്പെടുന്നു. പക്ഷേ നീ എന്തിനെയാണ് ഭയപ്പെടുന്നത്? ആർക്കാണ് കൂടെ പ്രാധാന്യം കൊടുക്കുന്നത്? അത് നീ ചിന്തിക്കുക. അപ്പോൾ അത് ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള വിഷയം എലിമിനേറ്റ് ചെയ്യണം, വിട്ടുപോരാനാണ് ബൈബിൾ പറയണത്. അത് ബൈബിള് വളരെ കർക്കശമായിട്ട് പറയുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ അവരെ വിട്ടുപോരണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊരിന്ത്യർ 6:17. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു. ഈ 2 കൊരിന്ത്യർ 6:17-18 വചനത്തോടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 23:9 ലിങ്ക് ചെയ്യേണ്ടത്. എന്താ സംഭവം? മത്തായി 23:9 എന്താ പറയണത്? നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കാണുന്ന ആൾക്കാരെ അവർ ദൈവത്തിൻ്റെ സ്ഥാനം അപകരിച്ചുകൊണ്ട് അവിടെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണ്. അവർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ്ട് ഒലിച്ചു പോകുന്നതാണ് അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ കുറേ ആൾക്കാരെ കണക്ട് ചെയ്താണ് നിങ്ങളുടെ ജീവിതം പോണത്. ദിസ് ഈസ് സ്പിരിച്വലി നോൺസെൻസ്. ഇത് വെരി സീരിയസ് വിഷയമാണിത്. നിങ്ങളിൽ ചില ആൾക്കാർക്ക് കൃപ ഡൗൺലോഡ് ചെയ്യണ കാര്യം പറഞ്ഞപ്പോഴേ കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞത്? 2 കൊരിന്ത്യർ 12:10 എന്താ പറഞ്ഞത്? ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 12:10 ഒന്നൊരു വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഈ അതായത് എന്താ പ്രശ്നത്തില്ല. അതൊക്കെ മുമ്പൊരു വചനം ഉണ്ടായിരുന്നു. 9:9
ക്രിസ്തുവിന്റെ ശക്തി എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അതായത് ഈ വേടിലെല്ലാം ഒരു പ്രധാനപ്പെട്ട വാക്ക് വിട്ടുപോയിരുന്നു. അതായത് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായി, ആ വാക്ക് വായിച്ചേ, ട്രേസ് ഔട്ട് ചെയ്ത് വായിക്കുക. ശ്രുതികട്ടെ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:9 നിനക്ക് എന്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്യാച്ച് ഇറ്റ്. അതാണ് സംഭവം. പൂർണ്ണമായി എൻ്റെ ശക്തി പ്രകടമാകുന്നതിന് എന്നല്ല എഴുതിയിരിക്കണത്. എൻ്റെ ശക്തി പൂർണ്ണമായി. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പല ശക്തിയിൽ അപൂർണതയുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ദൈവത്തിന് ശക്തി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇത്രയും സാക്ഷി ആൾക്കാർ പറയത്തില്ലല്ലോ. പക്ഷെ പലയിടത്തും അപൂർണത വരാൻ കാരണം ഈ ദൈവത്തിൻ്റെ കസേര കയറി ചില ഏടാകൂടങ്ങൾ അപ്പൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളുടെ ലവറായിരിക്കും. അവൻ ചിലപ്പോൾ നിന്നോട് പറയും, ഇന്ന് നീ ഒന്നും ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നീ പിന്നെ പോകത്തില്ലല്ലോ. നീ ഉടമ്പടി എടുത്തേച്ച് നിൻ്റെ പെണ്ണ് പോകും. ഇപ്പം നിങ്ങൾ 10 സ്ഥാനമായ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പിന്നെ ദൈവമായിട്ട് കണക്ഷൻ പോകും. അപ്പം നിങ്ങളുടെ ദൈവമായിട്ടുള്ള ഇടപാടുകളെ ആരാണ് റിമോട്ട് കൺട്രോൾ ചെയ്യണത്? അദൃശ്യ ശക്തിയാണ്. പൈശാചികമായ അദൃശ്യ ശക്തികൾ മനുഷ്യനെ കെട്ടിയിട്ടുണ്ട്. അതൊന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ, നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ അളിയനായിരിക്കാം, അല്ലെങ്കിൽ മൂത്ത മകളെ കെട്ടിയിരിക്കുന്ന മരുമകനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ജോലിയുള്ള ആളായിരിക്കാം. ഈ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണത് ഞാനാണെന്ന് മീശ പിരിക്കണത് ആരായാലും ശരി, അപ്പൻ്റെ സ്ഥാനത്ത്, ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. അയാളുടെ ആജ്ഞാവർത്തികളും അടിമകളുമായിട്ട് നിങ്ങൾ ജീവിക്കുകയാണ്. മനസ്സിലായ? അടിമകളാണെങ്കിൽ ഒരിക്കലും അവർ വീട്ടിൽ വസിക്കണില്ല. അതാണ് വിഷയം. നിങ്ങൾ അടിമകളാണോ, ആരുടെയെങ്കിലും അടിമകളാണോ എങ്കിൽ അവരെ വിട്ട് പോരേണ്ടി വരും. അടിമകളാണോ നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും യജമാനന്മാരെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. കൈ ഇടിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പഠിപ്പിക്കലാണ് ഇത്. നിങ്ങൾ ഓപ്പൺ ഫൈറ്റിന് വേണ്ടി ഞാൻ പറയണതല്ല. ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ആരാധനയും അവകാശങ്ങളും കൊടുത്ത്, അവകാശം കൊടുത്ത് ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൃപയെ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാൻ മനസ്സിലായില്ല? ആവശ്യമില്ലാത്ത ആരാധനയും അവകാശം കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൃപയെ പൂർണ്ണ തോതിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് വിഘാതമായി നിൽക്കുകയാണ്. ഇത് നയതന്ത്രപരമായിട്ടാണ് അവരെ നിങ്ങൾ സൈഡ് ലൈൻ ചെയ്യേണ്ടത്, അല്ല ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ടല്ല. മനസ്സിലായോ? ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യേണ്ടത് ഇംപ്രൂഡൻസ് ആണ്. ഇറ്റ് അഗൻസ്റ്റ് പ്രൂഡൻസ്, വിവേകത്തിനെതിരാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഇത് ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും പേടിക്കരുതെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? ആരെങ്കിലും നിങ്ങൾ, ഞാനിപ്പോൾ സപ്പോർട്ട് വലിച്ചു കളയും. ചില ആൾക്കാർ, ചില ഘടകകക്ഷികൾ അവർ ഭരണകക്ഷിക്കുള്ള പിന്തുണ വലിക്കുമ്പോൾ ഉടനെ മന്ത്രിസഭ പോകുകയല്ലേ. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും നിൻ്റെ അടുത്ത് വേണ്ട. എന്നെ സൃഷ്ടിച്ച എൻ്റെ കർത്താവാണെന്ന് നീ പറയണം. കൈ ഇടിച്ച് കർത്താവ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പറയണത്, അദൃശ്യരായ യജമാനന്മാരെ സൂക്ഷിക്കരുതെന്ന് പറയാൻ കാരണം ആരാധനയുടെ ബേസിക് പ്രീ റെക്വസിസ്റ്റ്. ഒരു ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ, 11ാം ക്ലാസ്സിൽ, +2, +1 നിങ്ങൾക്ക് അഡ്മിഷൻ വേണം. അതിൻ്റെ ബേസിക് പ്രീ റെക്വസിസ്റ്റ് എന്താണ്? 10ാം ക്ലാസ് മര്യാദയ്ക്ക് പാസ്സായിരിക്കണമെന്നല്ലേ? ഇല്ലേ? അത് തന്നെയാണ്. നിങ്ങൾക്ക് ആരാധിക്കണമെന്നുണ്ടെങ്കിൽ യജമാനന്മാരെ നിങ്ങൾ പുറത്താക്കേണ്ടി വരും. എന്താണ്? അടിമകൾക്ക് ആരാധനയില്ല. ഉറപ്പല്ലേ? നിങ്ങളിപ്പോൾ ഓരോ ആൾക്കാരുടെയും ഇങ്ങനെ ഭീഷണി പുറത്ത് അവരുടെ ഉപജാപത്തിൽ അവരെ ഇപ്പോൾ ചിലർ പറയത്തില്ല, ചിലർ പള്ളി വിടത്തില്ല, ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല, ചില ആൾക്കാർ കുടുംബ പ്രാർത്ഥന അംഗീകരിക്കത്തില്ല. ഇങ്ങനെയുള്ള യജമാനന്മാരുടെ അടിമകൾക്ക് ഒരിക്കലും ആരാധനയ്ക്ക് അവകാശമില്ല. അടിമകൾക്ക് ആരാധനയ്ക്ക് അവകാശമില്ലെന്ന് പറയുന്ന ഒരേ ഒരു പുസ്തകമാണിത്.
മോസസ് എന്തുകൊണ്ടാണ് ഫറവയോട് പറയണത്? ഫറവയോട് പറയണത്, എൻ്റെ ജനത്തെ വിട്ടുതരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ജനത്തെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അവരെ സ്വതന്ത്രരാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തിനാണ്? മരുഭൂമിയിൽ എന്നെ വന്ന് ആരാധിക്കാൻ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നീ അവനോട് പറയണം. വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 7:16. പുറപ്പാട് 7:16. നീ അവനോട് പറയണം. നീ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ്. അതാണ് പ്രശ്നം. അടിമകളെ വെച്ചിരിക്കുന്ന ഹെബ്രായ ജനത്തെ മോചിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആരാധിക്കാൻ വേണ്ടിയാണ്. കാര്യം എന്താണ്? ആരാധന എന്ന് പറയണത് ദൈവത്തിൻ്റെ പുതുത്വത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും പരിപാലനകളും തൻ്റെ സൃഷ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ ശുശ്രൂഷയാണ്. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നമ്മൾ വളരെ ഗൗരവതരമായ ഒരു ടോപ്പിക്കാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വിളമ്പി തന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, നിനക്ക് ഇൻട്രിൻസിക് ബോണ്ടേജ് ഉണ്ടെന്നാണ് ചോദിക്കണത് കർത്താവ്. ആന്തരികമായ അടിമത്തമുണ്ടോ? ആരാധനയ്ക്ക് നീ യോഗ്യനല്ല. ആന്തരിക അടിമത്തമുള്ളവർക്ക് ആരാധനയ്ക്ക് യോഗ്യമല്ല, അവകാശമില്ല. അതാണ് സംഭവം. ആരാധനയുടെ അവകാശം എന്ന് പറയണത് നീ അവരെ വിട്ടു പോരണം. ആരുമായിട്ടാണ്? ദൈവത്തിന് നിരക്കാത്ത, അപ്പം ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ടും ദൈവത്തെ അംഗീകരിക്കാത്തത് കൊണ്ടുമാണല്ലോ ചില ആൾക്കാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്, ബന്ധുക്കളായാലും സ്വന്തപ്പെട്ടവരായാലും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവരെ പേടിച്ചാൽ, ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. ആരെ പേടിക്കേണ്ടത്? കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ മാത്രം പേടിക്കുക. ആര്? ദൈവത്തെ മാത്രം പേടിക്കുക. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങേ മാത്രം പേടിക്കുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ നീ പുനഃക്രമീകരിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഈ ആന്തരിക അടിമത്വം അദൃശ്യമായ തരത്തിലുള്ള വ്യക്തികളുടെ യജമാനത്തെ ഭാഗത്തെ മാനസികമായിട്ട് അംഗീകരിച്ച് കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് കർത്താവിൻ്റെ ശക്തി പൂർണ്ണ തോതിൽ നമ്മളിലേക്ക് ആവഹിക്കുന്നതിന് തടസ്സമായി വരും. ശക്തി ലഭിക്കത്തില്ല എന്നല്ല വചനം പറയണത്, മറിച്ച് പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ ശക്തി പൂർണ്ണമായി നിന്നിലേക്ക് ആവശിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പൂർണ്ണമായും നീ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം. അപ്പോൾ പൂർണ്ണമായ ദൈവത്തിൻ്റെ ആശ്രയിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയാണ് അതാണ് ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാര്യം ദൈവത്തിന് വേണമെങ്കിൽ ഡിവോയ്ഡ് ഓഫ് എനി റിലേഷൻ, എനി മെറിറ്റ് നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആരും നിന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും, ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും ദൈവത്തിന് നിന്നെ ഏത് അവസ്ഥയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നീ സമ്മതിക്കത്തില്ല. നീ എന്താ പറയണത്? നീ കുറേ ആൾക്കാരെ നീ കെട്ടിവരഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ്. അവരെന്നെ സഹായിക്കും, അവരെന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കവിടെ ഇംഗ്ലണ്ടിൽ അവരെനിക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കിടക്കാൻ വേണ്ടിയുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ദൈവത്തേക്കാൾ പ്രാധാന്യം നീ ഓരോ ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ നിന്നെ ഇട്ടച്ചും പോകുമ്പോൾ നീ ഇരുന്ന് മോങ്ങുകയും ചെയ്യും. നീ നിൻ്റെ കരച്ചിൽ നിൻ്റെ സൃഷ്ടിയാണ്. നിൻ്റെ കരച്ചിൽ നീ ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഇറ്റ്സ് ഒരാൾ ദൈവം തിരുമനസ്സാകണമെങ്കിൽ വചനത്തിൻ്റെ നിലപാട് എന്താണ്? നാളെ ഞങ്ങൾ പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം നടത്തും, ലാഭം ഉണ്ടാക്കും എന്ന് നിങ്ങൾ പറയരുത്. എന്താ പറയണ്ട? യാക്കോബ് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യാക്കോബ് 4:13. ഇന്നോ നാളെയോ പറഞ്ഞ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും
എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. എങ്ങനെയാണ്? കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെയാണ് പ്രശ്നം. ഇതാണ് എൻ്റെ താക്കോലെന്ന് പറയണത്. നിങ്ങൾക്ക് ഓഫർ തരാം. ഓരോ ഓഫർ എന്ന് പറയുന്ന സംഭവമില്ലേ, ഓഫർ. ഈ ഓഫറിൻ്റെ കാണാക്കയത്തിലാണ് പലരെയും കെട്ടിയിട്ടിരിക്കുന്നത് പിശാച്. ഈ ഓഫറിൻ്റെ കാണാത്ത കയറിലാണ് പല ആൾക്കാരെയും പിശാച് കെട്ടിയിട്ടിരിക്കണത്. അപ്പോൾ അവരിങ്ങനെ ഓഫർ തരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വീട് സ്ഥലമാകാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇംഗ്ലണ്ടിൽ അവരുടെ കൂടെ താമസിക്കാൻ പറ്റുമെന്ന് പറയണതാകാം. നിങ്ങൾക്കൊരു ഓഫർ തരികയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ അവരുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കുക. ഉടനെ മനസ്സിലായി, നീ അടിമയായി, തീർന്നു, അവിടെ നിൻ്റെ തീർന്നു. പക്ഷേ എന്താ കാര്യം? നീ ഒരിക്കൽ മനുഷ്യൻ്റെ അടിമയായാൽ ദൈവത്തിൻ്റെ യജമാനത്വ ഭാവം നിന്നിൽ നിന്ന് മാറും. പിന്നെ ദൈവം നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. എന്താ കാര്യം? നീ ഓൾറെഡി സെക്യൂറായി. മനസ്സിലായി? ഒരു സെക്യൂറായി. എന്താ കാര്യം? ഓഫറിൻ്റെ കാണാത്ത കയറിൽ നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക, നിൻ്റെ കൃപയുടെ നിറിച്ചാൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബ് എന്താ പറയണത്? 4:13 എന്താ പറയണത്? നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്. ഓഫറൊക്കെ തരും ആൾക്കാർ, പക്ഷേ അതിനകത്ത് പോയി ഹൃദയം മയങ്ങി നിൽക്കരുത്. നിങ്ങൾ എന്താ പറയേണ്ടത്? ഇറ്റ്സ് ക്ലിയർ. കർത്താവ് തിരുമനസ്സാകണമെങ്കിലാ ഞങ്ങൾ അവിടെ വരികയും വ്യാപാരം ചെയ്യുകയും ചെയ്യും. ഇല്ല, കർത്താവിൻ്റെ തിരുമനസ്സ് മറിച്ചാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറും. അപ്പോൾ അവിടെയെല്ലാം കർത്താവിനാണ് പ്രാധാന്യം വരേണ്ടത്. കൃപ ഒഴുക്കുന്നതിൻ്റെ തടസ്സത്തിൽ വരാൻ പോണത് ഈ ഓഫറിങ്ങാണ് വരണത്. ചിലപ്പോൾ ഓഫറിംഗ് എന്ന് ചിലപ്പോൾ നടക്കത്തുമില്ല. അതേസമയം തന്നെ ദൈവത്തിൻ്റെ കൃപയും നിൽക്കത്തില്ല. നീ നിത്യതെണ്ടിയായിട്ട് മാറുകയും ചെയ്യും. ഒത്തിരി പേരാണ് ഇങ്ങനെ ഈ ബലിയാടുകൾ വരണത്, ഓഫറിൻ്റെ ബലിയാടുകൾ വരണത്. അപ്പം അതുകൊണ്ട് നീ ദൈവത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, ഫുള്ളായിട്ടാണ് ദൈവത്തിലേക്ക് വരണത്. മനസ്സിലായില്ലേ? ദൈവത്തിലേക്ക് വരണത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗികമായിട്ടൊരാൾക്ക് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. ഒരു അനുഷ്ഠാനം കാണിച്ചിട്ടേ ഒരു ഭാഗികമായിട്ട് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞത് നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 10:6-24 രണ്ട് യജമാനന്മാരെ സേവിക്കാൻ. കേട്ടോ, 2 യജമാനന്മാരെ ഒന്നും കണ്ടില്ലേ ഇവിടെ? അത് പറഞ്ഞ 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും ഉപേക്ഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതാണ് വിഷയം. പല ആൾക്കാർക്കും കൃപ പൂർണ്ണമായിട്ട് കിട്ടാത്തതിൻ്റെ കാരണം 2 വള്ളത്തിൽ കാല് വെച്ചിരിക്കുന്നതാണ്. 2 കാലുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് 2 വള്ളത്തിൽ വെക്കേണ്ടത് പതിവില്ല. മനസ്സിലായില്ലേ? 2 കാലം കൂടി ഒരു വള്ളത്തിൽ വെക്കുമ്പോഴാണല്ലോ ആൾക്കാർ വീഴാതെ നിൽക്കണത്. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റിങ് ഉണ്ടാകുന്ന നോക്കണം. എല്ലാവർക്കും തന്നെ ഉണ്ട് ഈ വിഷയം. പല ആൾക്കാരും കൃപയിൽ പുരോഗമിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിനേക്കാൾ പ്രാധാന്യം വ്യക്തികൾക്കും ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നൽകുന്നതിലൂടെയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 98% ആൾക്കാരും ഇതിൻ്റെ ഒരു വലയിലാണ് ശരിക്കും. ദൈവത്തിന് നിങ്ങളെ പൂർണ്ണമായി സഹായിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പകുതി വേറെ ആരുടെ വായിലാണ്. അതാണ് വിഷയം. അത് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. അല്ല നിങ്ങളെ ഇങ്ങനെ കുറച്ച് ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഈ ആഷ്ലിയുടെ സാക്ഷ്യം നോക്കിയത് നമ്മുടെ സാക്ഷ്യമാണല്ലോ പരിശോധിച്ചത്. ആഷ്ലി എന്താ പറയുന്നത്? ഐ ഹാവ് നോ സപ്പോർട്ടേഴ്സ്. എനിക്കിവിടെ വരാൻ പോലും അറിയത്തില്ല. ഞാനൊരു പെൺകൊച്ച്, അവൾ കൊച്ചാണേ, അത്രയും വലിയ എന്നല്ല. അവൾ ഒരു ബേസിക്കാരത്തിയാണ്. പക്ഷേ നീലഗിരിയിൽ നിന്ന് വരണം, ബോർഡറിലാണ് താമസിക്കുന്നത്. അവിടുന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടിക്കും മാതാവിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ
എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു തോന്നൽ വന്ന് അമ്മയെല്ലാം ശരിയാക്കുമെന്ന്. അതാണ് ദൈവവിളിയെന്ന് പറയുന്നത്. നിനക്കുള്ള ഊണ് അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാതാവിൻ്റെ കാര്യം, പക്ഷെ അവൾക്ക് വരണേ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണ്, ഒറ്റയ്ക്ക് വരണം, അവിടുന്ന് വരണം, ആരെങ്കിലും കൂട്ട് കിട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പാവം എന്തൊരു 1 മാസത്തിനുള്ളിൽ വന്ന് ഉടമ്പടി എടുത്ത് എന്താ സംഭവം? ഉടമ്പടി എടുക്കുമ്പോൾ എന്താ, അവൾക്ക് OIT എഴുതണം, വിദേശത്ത് പോയി ജോലി ചെയ്യണം. അതാണ് അവരുടെ പ്രശ്നം. അതിന് അവൾക്ക് ഡീമെറിറ്റ്സ് കുറേ ഉണ്ട്. എല്ലാം മലയാളം മീഡിയമാണ്. അത് കാരണം ഒരു മൊഡ്യൂൾസിൻ്റെ കയറാൻ രക്ഷയില്ല. സ്പീക്കിംഗ് കിട്ടത്തില്ല, അതുപോലെ തന്നെ റൈറ്റിംഗ് കിട്ടത്തില്ല, പിന്നെ ഹിയറിങ്ങും ഒക്കെ എല്ലാം പോകും, റീഡിങ്ങും ഒക്കെ പോകും. അപ്പോൾ എങ്കിലും അമ്മ എന്നെ സഹായിക്കും, അതാണ് അവളുടെ വിഷയം. അവളത് മനസ്സിൽ പറയുന്നുണ്ട്, അമ്മ എന്നെ സഹായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കാര്യം ഞാൻ കുഞ്ഞുനാൾ മുതൽ അമ്മയെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. യാക്കോബീസ് ആണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും അമ്മയോടാണ് കൂടുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതെൻ്റെ അമ്മയെ വിളിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് കക്ഷി ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് പോകും. ഉടമ്പടി എടുത്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവൾ ഉടനെ അവിടെ ലെവല്, എഡ്യൂക്കേഷൻ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ബേസിക്സ് എല്ലാം പോയിരിക്കുകയല്ലേ. നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലെ കണക്കിന് അടികൊണ്ടിട്ടുണ്ട്. എന്താ കാര്യം? 6ാം ക്ലാസ്സിലെ കണക്ക് ഞാൻ പല ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു. ബേസിക്സ് ഇല്ലാത്ത കൊണ്ടാണ് കണക്കിന് അടി മേടിച്ചത്. പിന്നെ ആ സാറ് 2 കൊല്ലം 3 കൊല്ലം പഠിപ്പിച്ചതാണ് കരക്കയറ്റിയത് ഞങ്ങളെല്ലാവരെയും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ബേസിക്സ് പോയി കഴിഞ്ഞാൽ എല്ലാം പോയെന്ന് നമ്മളോട് നമ്മുടെ ഒപ്പോണൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബേസിക്സ് പോയിക്കാൽ എല്ലാം പോയി. എല്ലാം പോയെന്ന് തീരുമാനിക്കണം ആരാണ്? വഴിയെ പോകുന്ന ആൾക്കാർ, നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്കാരാണോ? എല്ലാം പോയോ പോയില്ലെന്ന് തീരുമാനിക്കുന്നത് നിൻ്റെ കർത്താവ് മാത്രമാണ്. കൈയടിച്ച് കർത്താവ് ഡെലിവറി ചെയ്യുക. എന്നിട്ട് ഇവളുടെ കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇവർക്ക് കുറച്ച് നോട്ട് കൊടുക്കും. കാര്യം പുള്ളിക്കാരത്തേക്ക് മെറിറ്റില്ലല്ലോ. മെറിറ്റില്ല, പിന്നെ എന്താ ഉള്ളത്? ഗ്രേസ് അല്ലേ ഉള്ളൂ, കൃപയല്ലേ ഉള്ളൂ, യോഗ്യതയില്ല. പിന്നെ ഉള്ളത് എന്താ? കൃപയാണ്. കൃപയുടെ ലെവൽ വർദ്ധിപ്പിക്കണം. അതിന് ഇവൾ ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കൃപാസനം പത്രം മേടിച്ചിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമാണ്. അത് എല്ലാവർക്കും വിശ്വാസപ്രമാണം എഴുതി കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ വേലയിൽ ഫുൾ ആൻഡ് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മളെ കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും ഒരു വേണമെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെ ആർക്കുണ്ടെങ്കിലെ കൊണ്ട് ഓരോ വീട്ടിലേക്ക് കൊണ്ട് ഓരോ സാധനം ഇട്ടച്ചും പോരുകയല്ലേ. അങ്ങനെ ഒന്നും വർക്ക് ചെയ്താൽ ദൈവത്തിനറിയാം. ഇത് നീ ഒന്നാമത്തിൽ ഇതൊന്നും നിങ്ങൾ ചെയ്യണ പല കാര്യങ്ങളും, പല സൽപ്രവൃത്തികളും അതിൻ്റെ വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ കാര്യം അതിന് മരിയൻ മാർക്കിങ്ങിലേക്ക് വരാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ല? നിങ്ങളൊത്തിരി സൽപ്രവൃത്തി ചെയ്യുന്നില്ലേ? പക്ഷെ അതിനൊന്ന് ചില സൽപ്രവൃത്തിക്ക് ഇപ്പം നമ്മളൊരു ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ടല്ലോ, ആ ഉത്തരം എഴുതുമ്പോൾ ചില സാറുമാർ നമ്മൾ എത്ര കിണ്ണം കാഴ്ചയായിട്ട് എഴുതിയാലും ശരി 10 മാർക്ക് ഉണ്ടെങ്കിൽ 6 മാർക്കേ തരത്തുള്ളൂ. 7 മാർക്ക് തരാത്തതിന് അവർക്ക് കൈവറക്കും ഉടനെ. അവരുടെ രീതി അതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര സൽപ്രവൃത്തികൾ ഭംഗിയായിട്ടൊക്കെ ചെയ്താലും അതൊരു മരിയൻ മാർക്ക് അതിന് വരണം. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ രോഗികളെ കണ്ടു, അല്ലെങ്കിൽ രോഗികളെ കുടുംബത്തിൽ ചെന്ന് അപ്പൂപ്പനെ കുളിപ്പിച്ചു, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചു, ആശുപത്രിയിൽ കൊണ്ട് ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവർക്ക് പൈസ, പഠിക്കാൻ വേണ്ടി പൈസ കൊടുത്തു. ഇങ്ങനെയൊക്കെ ഒത്തിരി സൽപ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. പക്ഷേ അതിനൊരു മരിയൻ മെഷർമെൻ്റ് ഉണ്ട്. എന്ത് ചെയ്യുന്നതെന്നല്ല പ്രശ്നം, എന്ത് മനോഭാവം കീപ്പ് ചെയ്യുമ്പോഴേ. ഉടമ്പടി എടുത്തല്ല, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, എന്നാൽ ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം. നമുക്ക് അതിന് സാങ്കേതികം എന്നാണ് പറയണത്. സാങ്കേതികമായിട്ട് ചെയ്യാം. സാങ്കേതികമായി ചെയ്താൽ ചിലപ്പോൾ 10ൽ 5 മാർക്ക് കിട്ടും. നമുക്ക് കിട്ടുന്ന 10ൽ 9 മാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിയൻ മാർക്കിങ്സിൽ, മരിയൻ മെഷർമെൻറ്റിൽ ചെയ്യണം. മരിയൻ മെഷർമെൻറ്റ് എന്താണ്? ഒരു സൽപ്രവൃത്തി ഉടമ്പടി വിധിപ്രകാരം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കേണ്ട മരിയൻ മെഷറാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? മെഷർമെൻറ്റ് പല കാര്യങ്ങളില്ലേ. ഇപ്പോൾ ടെമ്പറേച്ചറൊക്കെ അളക്കുന്നെങ്കിൽ തെർമോമീറ്റർ ഇല്ലേ, അപ്പോൾ കാലാവസ്ഥയൊക്കെ അളക്കുന്ന സിസ്മോമീറ്റർ. ഇങ്ങനെ ഓരോരോ അവസ്ഥകൾക്ക് വ്യത്യസ്തമായ അളവുകോലാണ് ഉള്ളത്. അവസ്ഥകൾ അളക്കുന്നത് വ്യത്യസ്തമായ അളവുകോല് കൊണ്ടാണല്ലേ. അതിന് ഉടമ്പടിയുടെ സൽപ്രവൃത്തികൾ അളക്കുന്നത് മരിയൻ മെഷർ ഉപയോഗിച്ചാണ്.
മരിയം മെഷർ എന്ന് പറഞ്ഞാൽ എന്താ? അത് അമ്മ കൈവരിച്ച മനോഭാവങ്ങളാണ്. ഒരു വിഷയം നമ്മൾ ചെയ്യുമ്പോൾ മാതാവിൻ്റെ മനോഭാവം ഉണ്ടാകണം. മാതാവിൻ്റെ മനോഭാവം ഉണ്ടാകുമ്പോഴാണ് അതിന് ഫുൾ മാർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അത് സാങ്കേതികമായി പോകും. പറഞ്ഞൊപ്പിച്ച് എണ്ണിയൊപ്പിച്ച് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. എണ്ണിയൊപ്പിച്ച് ചെയ്യാം. ഇപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, മരിയം മെഷർ എന്ന് പറയുന്നത് ഇപ്പം അമ്മയാണ് ഉടമ്പടി പ്രകാരം ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എല്ലാം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. മനസ്സിലായില്ല? അത് ഉടമ്പടിയാണേ. ഒരു കന്യയെ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നത് ഉടമ്പടിയാണ്. ആ ഉടമ്പടി അമ്മയ്ക്ക് ഉണ്ണിയെ കിട്ടാൻ വേണ്ടി അമ്മ ചെയ്തതും ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, അവൻ പറയണ പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്താണ് അമ്മ ഉണ്ണീശോനെ ഗർഭം ധരിച്ചത്. ആ അമ്മയുടെ മെഷർമെൻ്റാണ് മരിയം മെഷർ. അതെന്ത് രീതിയിലാണ് അമ്മ അത് സ്വീകരിച്ചത്? അതിൽ നിന്ന് ആ ഉടമ്പടി പ്രകാരം അമ്മയ്ക്ക് എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നു, അല്ലേ? അജ്ഞാതമായ രാജ്യത്ത് പോയി പെരുവഴി കിടന്ന് പ്രസവിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള എല്ലാവിധ ന്യൂനമർദ്ദങ്ങൾ, ആത്മീയ കാലാവസ്ഥയുടെ ന്യൂനമർദ്ദങ്ങളിലൂടെ എല്ലാം അമ്മ കടന്നു പോകുമ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നൊരു മരിയൻ മെഷറുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടനെ രോഗീനെ പോയി കുളിപ്പിച്ച് 2 സോപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടി വെച്ചും കൊണ്ടുവന്ന് കുറച്ച് വെള്ളം കോരി വെച്ച് ഉടനെ ഇൻ്റർനെറ്റിൽ വിസ വന്നാന്ന് അടിച്ച് നോക്കിയാൽ പണി തെണ്ടിയത് തന്നെ. പല അണ്ണന്മാരും ചേച്ചിമാരും പെങ്ങന്മാരും ചെയ്യണത് ഇങ്ങനെയാണ്. ഓരോ പണി ചെയ്യും. ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കും, വിസ വന്നാന്ന് നോക്കും. എൻ്റെ മകളെ, എന്ത് പറയാനാണ് നിന്നെക്കുറിച്ച്? ഇങ്ങനെയല്ല ദൈവത്തോട് ഇടപെടേണ്ടത്. ഓരോ കാര്യം ചെയ്തിട്ട് വന്നിട്ട് കമ്പ്യൂട്ടർ നോക്കും, ഓഫർ ലെറ്റർ വന്നാന്ന് നോക്കും, റിസൾട്ട് സർട്ടിഫിക്കറ്റ് വന്നാന്ന് നോക്കും. അങ്ങനെ ദൈവത്തിനെ ഭീഷണിപ്പെടുത്തി നോക്കുകയല്ല. നിൻ്റെ നക്കാപ്പിച്ച കൊണ്ടാണ് ദൈവം ജീവിക്കുന്നത്. നിനക്ക് ദൈവം കൃപ തന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അല്ല നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. കൈയും കാലും പൊങ്ങാത്ത എത്രയോ മനുഷ്യരുണ്ട്. കൈയും കാലും പൊങ്ങുന്നതിന് ആദ്യം ദൈവത്തോട് നന്ദി പറയുക. ശ്രുതികണ്ട ഹല്ലേലൂയ. ആഷ്ലി എന്താ ചെയ്യണമെന്നറിയാവോ? ആഷ്ലി പിന്നീട് ചെയ്തത് കുറേ നിലഗിരിയിലല്ലേ, കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. 2ാമത്തെ വരവിന് കുറേ തമിഴ് പത്രങ്ങൾ വാങ്ങിക്കും. തമിഴ് പത്രങ്ങൾ വാങ്ങിച്ചിട്ട് പക്ഷേ തമിഴ് ഇവർക്ക് അറിയത്തില്ല. തമിഴിൽ വിശ്വാസപ്രമാണം ചിലരെ എഴുതണമല്ലോ, അത് ആൾക്കാർക്ക് കൊടുക്കണമല്ലോ, അതാണ് അവൻ്റെ രീതി. അതൊക്കെ അറിയത്തില്ല. ആങ്ങളെ കൊണ്ട് കുത്തിയിരുന്നത് തമിഴ് വിശ്വാസപ്രമാണം എഴുതിക്കും. ഓരോ മനുഷ്യന്മാർ ദൈവത്തിനടുത്ത് അടുക്കണ രീതി പറഞ്ഞു തരികയാണ്. അത് നിങ്ങളീ കാണിച്ചു കൂട്ടിയിരിക്കുന്ന നേർച്ച ഇടൽ പരിപാടിയുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഉടമ്പടി നേർച്ച പോലെ ഇടച്ചും പോയി അണ്ണന്മാരില്ലേ, അതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അവർ അത് വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ പോയി ജോലി ചെയ്യണം. എന്നിട്ട് എന്താ നമ്മുടെ റിസൾട്ട് ദൈവത്തിന് ഏൽപ്പിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ ദൈവം ഇഷ്ടമുള്ള പോലെ കൃത്യമായിട്ട് ചെയ്യും. ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വാസത്തിൽ എടുക്കുന്നു. അല്ലാതെ നീ ഇങ്ങനെ നക്കാപ്പിച്ച ഓരോ കാര്യം ചെയ്തും എൻ്റെ ആനക്കാര്യം ചെയ്തെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ദൈവം എനിക്കത് ചെയ്തതെന്നും ദൈവമായിട്ട് ബാർഗെയിൻ ചെയ്യണ പരിപാടിയല്ല. അങ്ങനെ ബാർഗെയിൻ ചെയ്യണമെങ്കിൽ ഇവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നത്രയും നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ? അവർ അമലോത്ഭവയാണ്. കുഞ്ഞുനാൾ മുതൽ ദൈവം എന്നും പറഞ്ഞ് 4 വയസ്സ് കഴിഞ്ഞിട്ട് ഏതാണ്ട് പള്ളി തന്നെയാണ് 12ാം വയസ്സ് വരെ താമസിച്ചത്. ഈ വചനം മുഴുവനും കേട്ടത് സാമൂലിൻ്റെ അമ്മ പറഞ്ഞ സങ്കീർത്തനങ്ങളാണ് അവർ സ്വസ്ത്രഗീതമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതവർ അന്ന് കാണാൻ പഠിച്ചാണ്. അവിടെ അന്ന് ദേവാലയത്തിൽ താമസിച്ച് 4 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ ദേവാലയത്തിൽ അമ്മ താമസിച്ചപ്പോൾ ആ ദേവാലയത്തിൽ വായിച്ചു കേട്ട സങ്കീർത്തനങ്ങളെല്ലാം കാണാപ്പാടമാണ് ആളിനെ. അതാണ് സാമൂലിൻ്റെ അമ്മ പറഞ്ഞിരുന്ന ഗർഭം ധരിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ തന്നെയാണ് പകുതി മുക്കാലും അമ്മയുടെ സ്വസ്ത്രഗീതത്തിൽ വരുന്നത്. അത്രയും വചനത്തോട് ഫോണ്ടാണ്, വചനത്തിൻ്റെ ദാസിയായിട്ട് ജോലി ചെയ്താണ്. അതാണ് പറയണത്. വചനം കേൾക്കുമ്പോൾ അമ്മ പറയുന്ന വാക്ക് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. വചനത്തിൻ്റെ മുമ്പിൽ മകളും മകനുമാകാൻ പറ്റത്തില്ല. നമുക്ക് ദാസനും ദാസിയുമാകാൻ പറ്റത്തുള്ളതെന്ന് ലോകത്തോട് പറയുന്നത് അമ്മയാണ്. കൈയിടിച്ച് കർത്താവ്. അവസാനം പരിശുദ്ധാത്മ പറഞ്ഞാൽ എന്താണ്? വചനത്തിൻ്റെ മുമ്പിൽ മകനും മകളുമാകാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം വചനമാരാണ്? ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മകനും മകളുമാകാൻ പറ്റുന്നതിനേക്കാൾ എളുപ്പം ദാസനും ദാസിയുമാകുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ദാസനും ദാസിയുടെയും ഫീച്ചർ എന്താണ്?
വാട്ട് ഇസ് ദ ഫീച്ചർ ഓഫ് ദി സെർവൻസ്? എന്താണത്? എൻ്റെ ദാസൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ല. That is a feature of a servant. Take the word of God. Isaiah 53. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യുദ്ധപരമധിപകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ 53:7. യെശയ്യാ 53:7. അവൻ മർദ്ദിക്കപ്പെടുകയും അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. അവൻ തർക്കിക്കുകയോ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ബഹളമുണ്ടാക്കുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. പറഞ്ഞേ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അത് വെച്ചാല് ഐസയ്യാ 53:7 അവൻ മൗനം പാലിച്ചു എന്ന് പറയുന്നതും മത്തായി 12:17-18 അവൻ തർക്കിക്കുകയോ ബഹളമുണ്ടാക്കുകയില്ലെന്ന് പറയണതും സിംഗിൾ ഇൻസിഡൻറ്റ്, സിംഗിൾ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ദൈവ പൈതലെ, വെൻ യു ആർ എ സെർവൻറ്റ്, ദിസ് ഇസ് ദ ഫീച്ചർ ഓഫ് എ സെർവൻറ്റ്. നിങ്ങൾ ദൈവത്തിരുസന്നിധി വരുമ്പോൾ വചനത്തിൻ്റെ ദാസനോ ദാസ്യോ ആകാതെ മറ്റൊന്നും ആയിട്ട് ഒരു കഥയുമില്ല. അങ്ങനെ നിങ്ങൾ വചനത്തിൻ്റെ ദാസനും ദാസ്യവുമായാൽ യേശുവിനെപ്പോലെയും അമ്മയെപ്പോലെയും നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടി വരും. അല്ലാതെ ഓരോരോ വിഷയം ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചില യൂണിയൻ നേതാക്കന്മാരെ പോലെ ഈ യൂണിയനിൽ ജോലി ചെയ്യത്തില്ലേ, ചുമട്ട് തൊഴിലാളികളൊക്കെ ജോലി ചെയ്തിട്ട് അവർ ഓരോ ചുമട് ജോലി ചെയ്തേച്ചും വന്ന് വീട്ടുകാരനുമായിട്ട് ഭയങ്കര തിരക്കിക്കും, ചിലപ്പോൾ തന്തക്കും വിളിക്കും. അത് നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം ഇരിക്കണത്? ഒരു വ്യത്യാസമില്ല. എല്ലാവരും അങ്ങനെ ചെയ്യുന്നതല്ല പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയണത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചുമട്ടറൊക്കെ ചെയ്തേച്ചും ഉടനെ ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ട് തർക്കിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, എന്നിട്ട് എനിക്കെന്താണ് വിസ വരാഞ്ഞത്? ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് യു ആർ നോട്ട് എലിജിബിൾ ഫോർ ബീയിങ് എ ക്രിസ്ത്യൻ. നിങ്ങളുടെ ക്രിസ്ത്യാനി ആയിരിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയല്ല. നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഇത് ഉടമ്പടി സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ സംവിധാനമാണ്. സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് നോ ഹൗ ടു ഡീൽ വിത്ത് ഗോഡ്. നിങ്ങൾ ദൈവവുമായിട്ട് എങ്ങനെയാണ് ഒരു ഇടപെടണമെന്ന് അറിയണം. ദൈവത്തെക്കുറിച്ചൊരു ഇടപെടൽ ഈ അമ്മയെപ്പോലെ ആർക്കും ഇടപെടാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെത്. വൈ മേരി ചോസൺ, വൈ മേരി സെലക്റ്റഡ് ആസ് ദ മദർ ഓഫ് ഗോഡ്? എന്തുകൊണ്ടാണ് അമ്മയെ ദൈവം അമ്മയാക്കാൻ തീരുമാനിച്ചത്? അത് അവളുടെ നിലപാട് കൊണ്ടാണ്. ഇതിൻ്റെ ഇരട്ടി സംഭവം ലോഡ് കയറിയാലും അമ്മ ബാർഗെയിൻ ചെയ്യത്തില്ല, തർക്കിക്കത്തില്ല, ബഹളമുണ്ടാക്കത്തില്ല. അവർ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി വിഷയങ്ങളുടെ മേലെ ഞാനും നീയും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ ഉടമ്പടി ബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്റെ അവകാശങ്ങളെല്ലാം നീ എനിക്ക് വേണ്ടി ചൊരുക്കൂട്ടിയതാണെന്ന് അത് നിന്റെ മനസ്സിന് അനുപേക്ഷണമായ കാലസമയങ്ങളിലെ എനിക്ക് നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പോഴപ്പോ വരുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസ്, മോശമായ അനുഭവങ്ങളോട് തകർക്കാനോ ശണ്ട കൂടാനോ സാധാരണ മനുഷ്യരെ പോലെ പെരുമാറിക്കൊണ്ട് നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെടാനോ ഇടവരുത്തല്ലേ. ഹല്ലേലൂയ. രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ ദൈവനാമത്തിൽ വെക്കുക. രോഗമുള്ളിടത്തെല്ലാം നിങ്ങളുടെ കൈകൾ ദൈവനാമത്തിൽ വെക്കുക. കുറേ രോഗമുള്ളവരെ കൈകളെ പിണച്ച് സർവാംഗം ബോഡി ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് കൈ പിണച്ച് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണമോ സ്തുതിപ്പോ ചെയ്യാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം.
കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഇപ്പോഴിവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായ വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും പ്രാർത്ഥിക്കുന്നവരും കർത്താവേ, അങ്ങയുടെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പഴുതാറുന്ന അത്ഭുതകരം അവരുടെ ശിരസിൽ വെക്കണം പ്രാർത്ഥിക്കുന്നു. ശിരസ് വേദനയുള്ളവരെ ഈശോ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആ രോഗം വിട്ടുമാറട്ടെ. തൊണ്ടവേദനയുള്ളവർ, ടോൺസൈൽ രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ, 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ബലത്തിൽ പ്രാർത്ഥിക്കുന്ന ആ രോഗം നിങ്ങളെ വിട്ടുമാറട്ടെ. ശ്വാസകോശ രോഗികൾ, കൈകാലുകൾ പൊങ്ങാത്തവരെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയ രോഗികള്, ശ്വാസകോശ രോഗികള്, കിഡ്നി രോഗികള്, തൈറോയ്ഡ് രോഗികള്, ഈശോ ഉദര രോഗികള്, പിസ്റ്റുല രോഗികള്, പിസിഒഡി രോഗികള്, ഹൃദയ രോഗികൾ, പാൻക്രിയാസ് രോഗികള്, അസ്ഥിപഞ്ജരങ്ങളിലും മാംസപേശികളിലും മരയിപ്പുള്ളവര്, രക്താർബുദക്കാര്, കർത്താവേ ഇപ്പൊ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അസ്ഥി ഉരുക്കമുള്ളവര്, അസ്ഥിക്ക് തേയ്മാനമുള്ളവര്, ഹൃദയ രോഗമുള്ളവര്, കരള് രോഗമുള്ളവര്, കർത്താവേ നിന്റെ വിശുദ്ധമായ തിരുമുറുമ്പാണെന്ന് വലതുകരം മക്കൾ വെക്കണമേ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലെ മാരക രോഗങ്ങൾ, തീരാവേദികൾ ദൈവനാമത്തിൽ വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ എൻ്റെ മക്കളെ, ഇത് കൃപാസനമാണ്. നിങ്ങളെ ദൈവമാണ് കൊണ്ടുവന്നത്. നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ മാതാവ് നിങ്ങളുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നാണെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മാത്രം മതി. കാര്യം നമ്മുടെ മുമ്പിലുള്ള ആസ്തി ഭദ്രത എന്ന് പറയുന്നത് 10,000-കണക്കിന് അനുഭവങ്ങളാണ്, 10,000-കണക്കിന് സാക്ഷ്യങ്ങളാണ്. അത് തന്നെ നാളെ നിനക്കും സാക്ഷ്യം പറയാനൊരു വേദി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഓർക്കുക, കൈ ഇടിച്ച് കർത്താവിനെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട്. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, പാങ്കുടമ്പടി നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, ഓഫർ ലെറ്റർ വന്നിട്ട് വിസ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, എഴുതിപ്പോയ പരീക്ഷയെക്കുറിച്ച് വേദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, സർവീസ് പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിദേശ ജോലിയിൽ അങ്കലാപ്പവും വിഷമവും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും അതെങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടിയും വിവാഹം ലഭിക്കാത്തവർക്ക് വേണ്ടിയും മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, ഇതിന് ഉന്നതമായ നാമത്തിന് സ്വോത്രം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ജീവിത ദുരിതങ്ങള്, ജീവിത തകർച്ചകള് യേശുനാമത്തിന് ഈ നിമിഷം അറുതി പേരട്ടെ. എല്ലാവിധ വേദനകളും നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി അവന് ഫലമേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങളെ ഓർത്ത് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. കർത്താവേ, ഞങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ചുമന്ന നിന്റെ നാമത്തിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും കടങ്ങളും സാമ്പത്തികമായ അവസ്ഥകളും ജപ്തി നടപടികളും ഒക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള എല്ലാ മക്കളുടെ അനുഭവങ്ങൾ യേശു ക്രിസ്തു ചുമലിലേക്ക് കയറ്റിവെച്ചുകൊണ്ട് കർത്താവേ, ആശ്വാസത്തിന് കൃപാവരങ്ങൾ മക്കളെ വിടുവിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ശിരസ്സ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ